ഹായ് ഓൾ. ഞാനിന്ന് നമ്മൾ പല ആളുകളും കണ്ടുവരുന്ന 2 തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഞാൻ ഇവിടെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്ത് തരാം. ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, എന്താ വെച്ചാൽ നിങ്ങളിപ്പോൾ ഒരു അത്യാവശ്യ കാര്യത്തിന് വേണ്ടിയിട്ട് എന്താ പറയുക, നിങ്ങളുടെ നാട്ടിൽ നിന്ന് ടൗണിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഏകദേശം അരമണിക്കൂറോളം നിങ്ങൾക്ക് ആ ടൗണിലേക്ക് പോകാനുള്ള ദൂരമുണ്ട്. നിങ്ങൾ ബസ്സിനാണ് പോകുന്നത്. നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഏകദേശം കുറച്ച് ലേറ്റ് ആയി, ബസ്സിൻ്റെ സമയം കഴിഞ്ഞ് ലേറ്റ് ആയി. പക്ഷേ നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ എന്താക്കി ബസ് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് നിങ്ങൾ കാണുന്നത്, ജസ്റ്റ് കൈ കാട്ടി. പക്ഷേ ആ ഡ്രൈവർ അവിടെ ബസ് നിർത്തി. ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ബസ്സിൽ ഡ്രൈവർ നിർത്തിയല്ലോ, അപ്പോൾ കറക്റ്റ് സമയത്ത് എത്താലോ എന്നുള്ളൊരു ചിന്തകളിലേക്ക് ഒരു പ്രതീക്ഷ. അപ്പോൾ എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ബസ് ഡ്രൈവർ വലിയൊരാൾ, വലിയൊരു മനുഷ്യൻ, അദ്ദേഹത്തിന് നല്ല തന്നെ വരണം, എന്താ വെച്ചാൽ ഈ കറക്റ്റ് സമയത്ത് കൈകാര്യം നിർത്തിയില്ലോ, ഇവിടെ ബസ് സ്റ്റോപ്പ് ഇല്ലാത്താണല്ലോ എന്ന് അദ്ദേഹത്തിന് നിങ്ങൾ എന്താക്കിയിട്ടുണ്ടാവും, മനസ്സിൽ നല്ലൊരു രീതിയിൽ പൊന്തിച്ചിട്ടുണ്ടാവും. നിങ്ങൾ തന്നെ ഇതേ ഡ്രൈവർ അതേ ബസ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതേപോലെ വേറൊരാൾ കൈ കാണിച്ചു, അയാൾ അവിടെയും നിർത്തി. ബസ് സ്റ്റോപ്പൊന്നുമില്ല, അയാൾ അവിടെ നിർത്തി. കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ വീണ്ടും എന്താക്കി, വേറെ 2 പേര് വീണ്ടും കൈ കാണിച്ചു, അയാൾ അവിടെയും നിർത്തി. എല്ലാവരെയും കയറ്റി. കുറച്ചുകൂടി മുന്നോട്ടും വീണ്ടും ആളുകൾ കൈ കാണിക്കുന്നു, അയാൾ കയറുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ചേഞ്ച് ആവുന്ന വേറൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇയാൾ എന്ത് പണിയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഇയാൾ എന്തിനാണ് എല്ലാവരും നിർത്തുന്നത്, അല്ലെങ്കിൽ സമയമില്ല, നേരം വൈകി, ഇയാൾ പിന്നെ ഇതിനെ ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ നേരത്തെ നിങ്ങൾ തന്നെ ആ ഒരു ആളെ നല്ലോണം പുകഴ്ത്തി വെച്ചിട്ടുണ്ടാവും. അതിന് ശേഷം നിങ്ങൾ ആ ഒരു ചേഞ്ച് മാറി, നിങ്ങളെ ആറ്റിറ്റ്യൂഡ് മാറി. നിങ്ങളെ മനസ്സിൽ അയാൾക്ക് അത്ര പോകുന്ന വേറൊരു എന്താ പറയുക, അത്രയും ദുഷ്ട മനസ്സുള്ള, അത്രയും എന്താ പറയുക, നശിച്ച ഒരാൾ ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അത്രയും നശിക്കപ്പെട്ട ഒരാൾ വേറെ ഉണ്ടാവില്ല. ഈ പണ്ടാരക്കാലം എന്തിനാണ് എല്ലായിടത്തും നിർത്തുന്നത്, ഇയാൾക്ക് നേരം പോയപ്പോൾ അല്ലെങ്കിൽ നേരം വൈകി എന്നുള്ള രീതിയിൽ നിങ്ങൾ ആറ്റിറ്റ്യൂഡ് മാറും അല്ലേ. നേരത്തെ ആ ഡ്രൈവർ നിങ്ങൾ തന്നെ പൊന്തിച്ചു വെച്ചു, അതിനുശേഷം നിങ്ങൾ തന്നെ എന്താക്കി ആ ഡ്രൈവറെ നേരെ താഴത്തേക്ക് മനസ്സിൽ പ്രാഗിയെല്ലാം കൂടി പണ്ടാരടക്കി വെച്ചു അല്ലേ. ഇതാണ് നമ്മൾ മനുഷ്യന്മാർ അല്ലേ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും.